ശ്വാസം ഒരു പ്രാർത്ഥനയാണ്. ജീവൻ്റെ തികവുകൾ തേടുന്ന പ്രാർത്ഥന. ആകാശം അതിൻ്റെ നീലിമ തേടുന്നു, വൃക്ഷം അതിൻ്റെ പച്ച തേടുന്നു, നക്ഷത്രം അതിൻ്റെ പ്രകാശം തേടുന്നു, പൂവ് അതിൻ്റെ പരിമളം തേടുന്നു. ഞാനോ ശ്വാസമാകാൻ ശ്വസിക്കുന്നു. വ്യത്യസ്തമായ ഒരു പുസ്തകമാണ് ഇന്ന് ബുക്ക് ഷെൽഫിലൂടെ നാം പരിചയപ്പെടുന്നത്. സെബാസ്റ്റ്യൻ തോബിയാസ് എന്ന എഴുത്തുകാരൻ്റെ ശ്വാസം എന്ന പുസ്തകം. തുടക്കം മുതൽ അവസാനം വരെ ഓരോ വരികളിലും വ്യത്യസ്തമായ ചിന്തകളും ഭാവങ്ങളും അക്ഷരങ്ങളായി സെബാസ്റ്റ്യൻ തോബിയാസ് ശ്വാസത്തിലൂടെ നമുക്ക് തരികയാണ്. വ്യത്യസ്തമായ അർത്ഥതലങ്ങളിലേക്ക്, ക്രിസ്തീയ ദർശനത്തിലേക്ക്, അറിവുകളിലേക്ക് വ്യത്യസ്തമായൊരു ശൈലിയിലൂടെയാണ് ശ്വാസം മനോഹരമാക്കിയിരിക്കുന്നത്. തിയോ ബുക്സാണ് ഈ പുസ്തകം നമുക്ക് മുമ്പിൽ എത്തിച്ചിരിക്കുന്നത്. ശ്വാസം നൽകാൻ കഴിവില്ലെങ്കിൽ അനുവദിക്കുക എല്ലാത്തിനെയും ശ്വസിക്കുവാൻ. പലപ്പോഴും ഇത് ജീവിതത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, ജീവിതത്തിൻ്റെ പ്രേരണകളോട്, ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങളോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ക്രിസ്തു വിചാരങ്ങളാണ് ശ്വാസമായി അദ്ദേഹം അക്ഷരങ്ങളായി നമുക്ക് മുമ്പിൽ എത്തിച്ചിരിക്കുന്നത്. ക്രിസ്തു നിനക്ക് വേണ്ടി അപ്പമാകുന്നു, എന്നിട്ടും ആ അപ്പം ഭക്ഷിക്കുന്ന നീ എന്തേ ക്രിസ്തുവാകാത്തത് എന്നൊരു ചിന്തയുണ്ട്. അത് ഈ പുസ്തകത്തിലുമുണ്ട്. ഇതിൻ്റെ ആസ്വാദനത്തിൽ ഡാനി കപ്പുച്ചിൻ എന്ന വൈദികനും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ക്രിസ്തു നിനക്ക് വേണ്ടി അപ്പമായി, പക്ഷേ എന്തേ നിനക്ക് ക്രിസ്തുവായി മാറാൻ പറ്റാത്തത്? ഇങ്ങനെയുള്ള ചില ഓർമ്മപ്പെടുത്തലുകളും ക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെയുള്ള ഒരു സഞ്ചാരവും തന്നെയാണ് ശ്വാസമെന്ന ഈ പുസ്തകം. ജോസ് സുരേഷ് എന്ന അച്ഛൻ്റെ ആശംസ ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിലുണ്ട്. അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്, എഴുത്തുകാരൻ മാഞ്ഞു പോവുകയും എഴുത്ത് പ്രസക്തമാകുകയും ചെയ്യുന്ന ഒരു ശൈലിയെക്കുറിച്ച്. എഴുത്തുകാരനെ ഈ വരികൾക്കിടയിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല, മറിച്ച് എഴുത്ത് പ്രസക്തമാവുകയാണ്. ഇതിലെ വരികളും അക്ഷരങ്ങളും എല്ലാം പ്രസക്തമായി നിൽക്കുകയാണ്. കാരണം ഇദ്ദേഹം പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ, ഇദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു അവതരണ ശൈലിയൊക്കെ വ്യത്യസ്തമായി നിൽക്കുമ്പോൾ ഇതിലെ വിഷയങ്ങൾ പ്രസക്തമായി മാറുകയാണ്. ഇന്നത്തെ നമ്മുടെ ജീവിത ചര്യകളോട്, ജീവിത തലങ്ങളോടൊക്കെ ചേർന്ന് നിൽക്കുന്ന വ്യത്യസ്തമായ അർത്ഥങ്ങളാണ് അല്ലെങ്കിൽ ചിന്തകളാണ് ഈ പുസ്തകത്തിൽ ശ്വാസത്തിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ശ്വാസത്തിൻ്റെ പ്രത്യേകത അത് ചലനം കൊള്ളുന്നുവെന്നതാണ്. ഈ ശ്വാസത്തിൻ്റെ തിരയിളക്കം അനുഭവിച്ച ആവിലായിലെ അമ്മ ത്രേസ്യ പറയുന്നു, ദൈവമേ നീ എന്നെ ചലനം കൊള്ളിക്കുന്നു. ഈ പുസ്തകവും നമ്മെ ചലനം കൊള്ളിക്കും എന്നുറപ്പുണ്ട്. കാരണം ഈ ധ്യാന വിചാരങ്ങൾ, ഈ ക്രിസ്തീയ ദർശനങ്ങളെല്ലാം തന്നെ ചലിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു, ജീവിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. ഇതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ ശൈലിയും കെട്ടുറപ്പും എല്ലാം വളരെ ഒന്നാം സ്ഥാനത്ത് തന്നെ നമുക്ക് നിർത്താൻ പറ്റുന്ന ഒരു ഗ്രന്ഥമാണ് സെബാസ്റ്റ്യൻ തോബിയാസിൻ്റെ ശ്വാസം എന്ന ഈ പുസ്തകം. ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട്. ഇതിൽ തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും തമ്മിലുള്ള ഒരു മിശ്രണം നടന്നിട്ടുണ്ട്. തത്വശാസ്ത്രത്തിൻ്റെ ചുവട് വെച്ചുകൊണ്ട് ദൈവശാസ്ത്രത്തിലേക്കുള്ള ഒരു വഴി അല്ലെങ്കിൽ ഒരു യാത്ര. ആ യാത്രയിലൂടെയാണ് സെബാസ്റ്റ്യൻ തോബിയാസ് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. എന്താണ് ശ്വാസം? അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഉണർവിലും ഉറക്കത്തിലും യാതൊരു ശ്രമവുമില്ലാതെ ഉള്ളിലൂടെ ഒഴുകുന്ന ദൈവിക ചൈതന്യമാണ് ശ്വാസം. ഈ ദൈവിക ചൈതന്യത്തെ നമുക്ക് എപ്രകാരം മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ സാധിക്കുന്നുവോ അപ്രകാരമായിരിക്കും ക്രിസ്തു നമ്മിൽ രൂപപ്പെടുന്നത്. അതാണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കമായി എനിക്ക് തോന്നുന്നത്. ഈ ദൈവിക ചൈതന്യത്തെ ഉറക്കത്തിലും ഉണർവിലുമെല്ലാം ശ്വാസമായി നമ്മിൽ നിന്ന് പുറപ്പെടുന്ന ഈ ദൈവിക ചൈതന്യത്തെ അപരൻ്റെ ജീവിതത്തിലേക്ക് ക്രിസ്തു ദർശനങ്ങളായി അല്ലെങ്കിൽ പുണ്യങ്ങളായൊക്കെ കൊടുക്കാൻ സാധിക്കുമ്പോഴാണ് ഇത് ഒരു ദൈവിക ശ്വാസമായി മാറുന്നത്. അതാണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം. നമ്മുടെ എല്ലാ മേഖലകളിലും ബോധ്യങ്ങളിലേക്കും ഈ ഒരു ചിന്ത കടന്നു വരുമ്പോൾ ദൈവിക ശ്വാസം, ആ ഒരു ചൈതന്യം നമ്മിലുണ്ട് എന്നുള്ള ഒരു ബോധ്യം കടന്നു വരുമ്പോഴാണ്
ക്രിസ്തു ദർശനം നമ്മിൽ സാധ്യമാകുന്നത്. ശ്വസിക്കുവാൻ പോലും അവിടുന്ന് എന്നെ അനുവദിക്കുന്നില്ല എന്ന് ജോബ് വിലപിക്കുന്ന പോലെയാണ് കാര്യങ്ങൾ ക്രിസ്തുവിൻ്റെ മരണ വിനാഴികകളിൽ സംഭവിക്കുന്നത്. കുരിശിൽ ഓരോ തവണ ശ്വസിക്കുവാനും അവൻ നന്നെ ക്ലേശിച്ചിരുന്നു. കാരണം അങ്ങനെയാണ് അവർ അവനെ കുരിശിൽ തറച്ചത്. മൃതരായ മനുഷ്യരിൽ പ്രാണൻ നിശ്വസിച്ച ദൈവത്തിന് അവർ കൊടുത്ത ശിക്ഷ. ഓരോ ശ്വാസത്തിൻ്റെയും വിലയും മൂല്യവും അറിഞ്ഞാണ് ക്രിസ്തു കുരിശിൽ പ്രാണൻ പിടിച്ചു നിർത്താൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ അവൻ ശ്വസിച്ചത്. ജീവിതത്തിൽ ക്രിസ്തുവിനെ എപ്രകാരം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കാൻ നമുക്ക് സാധിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഓരോ ദിവസവും ശ്വാസമെന്ന് അദ്ദേഹം ഒരു ആലങ്കാരിക പ്രയോഗമായി അവതരിപ്പിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ യേശു നാമം അല്ലെങ്കിൽ യേശു ചൈതന്യം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ആവാഹിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തിൻ്റെ ശ്വാസം എന്നുള്ള അധ്യായം അവസാനിക്കുന്നത് ഇപ്രകാരമാണ്. അതൊരു കവിതയാണ്. ബ്രത്ത് ആൻഡ് ബ്രത്ത് എന്ന ഒരു കവിതയുടെ വായനാനുഭവം നമുക്ക് പകർന്നുകൊണ്ടാണ് ഈ ഒന്നാമത്തെ അധ്യായം, ശ്വാസം എന്ന ഈ അധ്യായം അവസാനിക്കുന്നത്. അതിപ്രകാരമാണ്: അവൻ പിറന്നു, ആദ്യ ശ്വാസം ശ്വസിച്ചു, അപ്പം കണ്ടെത്തുവാൻ ക്ലേശിച്ചു, ചുടുശ്വാസത്തോടെ ജീവിച്ചു, കുരിശിൽ ക്ലേശിച്ച് ശ്വസിച്ചു, നിശ്വസിക്കുവാൻ മാത്രം. നമുക്ക് പിഞ്ചെല്ലാം അവൻ്റെ ശരീരത്തെയും സാദൃശ്യത്തെയും, നമുക്ക് പിഞ്ചെല്ലാം അവൻ്റെ സ്നേഹത്തെയും പ്രകാശത്തെയും, നമുക്ക് പിഞ്ചെല്ലാം അവൻ്റെ ശ്വാസത്തെ, അവൻ്റെ പ്രാണനെ, അവൻ്റെ നിശ്വാസത്തെ. എത്ര മനോഹരമായ ഒരു കവിതയാണ്. ദൈവത്തിൻ്റെ ശരീരത്തെയും സാദൃശ്യത്തെയും സ്നേഹത്തെയും പ്രകാശത്തെയും പിഞ്ചൊല്ലുമ്പോഴാണ് അവൻ്റെ ശ്വാസമായി നമുക്ക് മാറാൻ സാധിക്കുന്നത്. ഈ ഒരു കവിതയിലൂടെ തന്നെ അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് എന്തുമാത്രം വ്യക്തമായാണ് ഈ ശ്വാസം എന്ന പുസ്തകത്തിലൂടെ തനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ തൻ്റെ ആവിഷ്കാരം അദ്ദേഹം നടത്തുന്നത് എന്ന്. കാരണം അത്രമാത്രം വ്യക്തമാണ് ഈ കവിതയിലൂടെ, ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം കൈമാറാൻ ശ്രമിക്കുന്ന ആശയം. അതുകൊണ്ട് തന്നെ ബ്രത്ത് ആൻഡ് ബ്രത്ത് എന്ന ഈ കവിത ഈ പുസ്തകത്തിൻ്റെ മർമ്മമായി നിൽക്കുകയാണ്. അദ്ദേഹം ഇത് തിരഞ്ഞെടുക്കുവാൻ കാണിച്ച ആ ഒരു ധൈര്യം, ഇത് ഉൾപ്പെടുത്തുവാൻ അദ്ദേഹം കാണിച്ച ആ ഒരു ശൈലിയൊക്കെ ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രമായി മാറുകയാണ്. അതുകൊണ്ട് നമുക്ക് പിഞ്ചൊല്ലേണ്ടത് എന്തിനെയാണ്? അവൻ്റെ ശരീരത്തെയും സദൃശ്യത്തെയും. അതാണ് ഇന്ന് വിശുദ്ധ കുർബാനയായി നാം പിഞ്ചൊന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവൻ്റെ സ്നേഹത്തെയും പ്രകാശത്തെയും, അവൻ നൽകിയിട്ട് പോയിട്ടുള്ള സ്നേഹവും പ്രകാശവും അതിന്ന് പലരിലും ഉള്ളതുകൊണ്ടാണ് പല നന്മകളും സമാധാനവുമൊക്കെയായി ജീവിതത്തിൽ വെളിച്ചം കടന്നു വരുന്നത്. ഈ വെളിച്ചം നഷ്ടപ്പെട്ടു പോകുമ്പോൾ പ്രകാശത്തിൻ്റെ നന്മകൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഇരുട്ട് കടന്നു വരുന്നതായിട്ടുള്ള അനുഭവങ്ങളും നമുക്കറിയാം. ഇപ്രകാരമുള്ള ക്രിസ്തുവിനെ ധരിക്കൽ, അവൻ്റെ ശ്വാസത്തിലേക്കുള്ള പ്രയാണമാണ് ഈ പുസ്തകത്തിലുടനീളം ചിന്തകളായി പരിണമിക്കുന്നത്. രണ്ടാമത്തെ അധ്യായം ആരംഭിക്കുന്നത് നോട്ടം എന്നുള്ള ഒരു ശീർഷകത്തിൻ്റെ പിൻബലത്തിലാണ്. അധ്യായത്തിൻ്റെ പേര് നോട്ടം എന്നാണ്. ക്രിസ്തുവിൻ്റെ മിഴികളിലൂടെ കാണാനും ദർശിക്കാനുമൊക്കെ നമുക്ക് എങ്ങനെ സാധിക്കും എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഇതിലേറ്റവും മനോഹരമായി തോന്നിയത് മദർ തെരേസയുടെ ഒരു ജീവിത അനുഭവം പങ്കുവയ്ക്കുമ്പോഴാണ്. നമുക്കറിയാം മദറിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളും കഥകളുമൊക്കെ. ചില ദിവസങ്ങളിൽ അവൾ പുറത്തേക്കിറങ്ങുമ്പോൾ വേഷപ്രശ്നരായി വരുന്ന ക്രിസ്തുവിനെ അവൾ കണ്ടെത്തും. പീഡിതരിലും നിന്ദിതരിലും മുറിവേറ്റവരിലും രോഗികളിലും പാവപ്പെട്ടവരിലുമെല്ലാം ക്രിസ്തുവിനെ കണ്ടെത്താൻ അവൾക്ക് സാധിച്ചു എന്ന് അവരുടെ കഥകളിലും അനുഭവങ്ങളിലുമൊക്കെ നാം വായിച്ചെടുക്കും. ഇപ്രകാരം കാഴ്ച പൂർണ്ണമാവുന്നത് എപ്പോഴാണ്? കാഴ്ച പൂർണ്ണമാവുക മറ്റുള്ളവരിൽ സൗന്ദര്യം കാണുമ്പോഴല്ല, മറ്റുള്ളവരിൽ ക്രിസ്തുവിനെ കാണുമ്പോഴാണ്. അപ്പോൾ അവരിലേക്ക് നിങ്ങളുടെ സഹായഹസ്തം നീളുമെന്ന് ഇദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ മാത്രം കണ്ണ് ശരീരത്തിൻ്റെ വിളക്കായി പരിണമിക്കും. അപ്പോൾ ഈ വിളക്കിൻ്റെ പ്രകാശം ശരീരത്തെ മുഴുവൻ പ്രകാശിക്കും. അങ്ങനെ ഉടൽ മുഴുവൻ പ്രകാശിക്കുന്നതാണ് വിശുദ്ധി. കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് എന്നൊക്കെ നാം സുവിശേഷത്തിൽ ഉടനീളം വായിച്ചു കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ പല പ്രസംഗങ്ങളിലും ധ്യാനങ്ങളിലുമൊക്കെ നാം ധ്യാനിച്ചെടുത്തിട്ടുള്ളതാണ്. കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. ഈ വിശുദ്ധി, ഈ വിളക്ക് എപ്പോഴാണ് കടന്നു വരുന്നത്? നമ്മുടെ കണ്ണിലൂടെ പരിമിതി ഉള്ളവരിലേക്ക്, ഇല്ലായ്മകളിലേക്ക്, അല്ലെങ്കിൽ രോഗികളിലേക്ക്, പീഡിതരിലേക്ക്, മുറിവേറ്റവരിലേക്ക് മദർ തെരേസ നോക്കിയതുപോലെ നമ്മുടെ ജീവിതം ഈ ഇല്ലായ്മകളിലേക്കൊക്കെ ദർശനമായി മാറുമ്പോഴാണ് ഈ വിളക്ക് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. ഈ വിളക്കാണ് വിശുദ്ധി എന്നാണ് സെബാസ്റ്റ്യൻ തോബിയാസ് ഈ നോട്ടത്തിലൂടെ, അല്ലെങ്കിൽ ഈ ശ്വാസം എന്ന പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിലൂടെ അവതരിപ്പിക്കുന്നത്. ഇപ്രകാരം നമുക്ക് കാത്തിരിക്കാൻ സാധിക്കണം.
അവൻ തന്നെ നമുക്ക് മുമ്പിൽ അനാവരണം ചെയ്തുകൊണ്ട് കണ്ണിന് സാക്ഷാത്കാരം നൽകുമെന്ന്, അല്ലെങ്കിൽ ക്രിസ്തു നമുക്ക് മുമ്പിൽ കാഴ്ചയായി കടന്നു വരാനിരിക്കുന്നുവെന്ന്. ഈ ക്രിസ്തുവിനെ നാം കണ്ടെത്താത്തത് കൊണ്ടാണ് പലപ്പോഴും വിളക്ക് നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടാത്തത്. കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് എന്ന സുവിശേഷ ഭാഗം അല്ലെങ്കിൽ ആ വചനം നമ്മിൽ യാഥാർത്ഥ്യമാകാത്തത് അതുകൊണ്ടാണ്. നമുക്ക് മുമ്പിലൂടെ കടന്നു പോകുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണാൻ സാധിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നോട്ടം ശരിയാകാത്തത് കൊണ്ടാവാം ഈ വിളക്ക് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നത്. അങ്ങനെ കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാക്കണമെങ്കിൽ, കണ്ണ് ശരീരത്തിൻ്റെ വിശുദ്ധിയായി മാറണമെങ്കിൽ ക്രിസ്തുവിനെ തേടി പോകുന്നവരാകാം. ക്രിസ്തുവിൻ്റെ നോട്ടങ്ങളിലേക്ക്, അവൻ്റെ ദർശനങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. അത് അപരനെ ക്രിസ്തുവായി കാണുമ്പോഴാണ്, അവൻ്റെ ജീവിതം ക്രിസ്തു മുഖമായി കാണുമ്പോഴാണ്. അടുത്ത അധ്യായം ആരംഭിക്കുന്നത് വിരലുകൾ എന്ന ശീർഷകത്തിലാണ്. സ്പർശനം ഇന്ന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ്. അതിൻ്റെ നല്ല വശത്തിലുള്ള ഒരു അനുഭവതലം. ജീവിതത്തിൽ ഈ സ്പർശനത്തെ എപ്രകാരമാണ് ഹൃദയം കൊണ്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ സ്പർശിക്കാൻ പറ്റുന്നത് എന്ന് ഇദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിരലുകളുടെ അറ്റത്ത് ഹൃദയം നിറച്ച് സ്പർശിക്കണമെന്ന് പഠിപ്പിച്ചത് ക്രിസ്തുവാണ്. സ്പർശം അതിൻ്റെ പാരമ്യം കണ്ടത് ക്രിസ്തുവിൻ്റെ വിരലുകളിലാണ്. ശിഷ്യന്മാർ അവരുടെ വിരലുകളിലൂടെ സംവേദനം ചെയ്തത് അവരെയല്ല, മറിച്ച് ക്രിസ്തുവിനെയാണ്. അവർ തൊട്ടപ്പോഴും ശിരസിൽ കൈകൾ വെച്ചപ്പോഴും മറ്റുള്ളവർ ക്രിസ്തുവിനെ അറിഞ്ഞുവെന്ന് സുവിശേഷം നമുക്ക് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ക്രിസ്തു തൊട്ടത് എല്ലാം ദൈവിക അനുഭവങ്ങളായി മാറിയത് അവൻ്റെ ഹൃദയം അവൻ തൊട്ടു എന്നുള്ളതുകൊണ്ടാണ്. അവൻ സ്പർശനത്തിലൂടെ അവൻ ഹൃദയം കൊണ്ട് തൊടുകയാണ്. ഇപ്രകാരമുള്ള ഹൃദയം നഷ്ടമാകുന്ന ചില സ്പർശനങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, അല്ലെങ്കിൽ ചില ഇടപെടലുകൾ. സ്പർശനമെന്ന് ഞാൻ ഇവിടെ വിവക്ഷിക്കുന്നത് മറ്റു പല ഇടപെടലുകളാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നാം നടത്തുന്ന സംസാരമാകാം, ചില പ്രവർത്തനങ്ങളാകാം, സഹായഹസ്തമാകാം, എന്തുമായിക്കോട്ടെ. ഹൃദയം പലപ്പോഴും ഈ പ്രക്രിയകളിലൊക്കെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം, സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ നാം ചിന്തിക്കുമ്പോൾ ശിഷ്യന്മാർ കടന്നു ചെന്ന് അവർ തൊടുന്നതും അനുഗ്രഹിക്കുന്നതുമെല്ലാം ക്രിസ്തുവിൻ്റെ അനുഗ്രഹമായി മാറുകയാണ്. അവരെ കേട്ടവർക്കെല്ലാം, അല്ലെങ്കിൽ ശിഷ്യന്മാരെ അനുഭവിച്ചവർക്കും അവരുടെ സുവിശേഷം കേട്ടവർക്കുമെല്ലാം ക്രിസ്തു അനുഭവം ആ മേഖലകളിലും ആ സ്ഥലങ്ങളിലുമെല്ലാം ഉണ്ടായി എന്ന് വചനം നമുക്ക് വെളിപ്പെടുത്തുകയാണ്. ഇപ്രകാരമുള്ള ഹൃദയം കൊണ്ടുള്ള ഒരു സ്പർശനം നമുക്കെന്നാണ് സാധ്യമാകുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് വിരലുകളിലൂടെ ഹൃദയം കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ തൊടുന്നവരാകാം. ഇത് സാധ്യമാകുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുദിനം സംഭവിക്കുന്ന ഇടപെടലുകളിലൂടെയാണ്. അത് നമ്മുടെ വാക്കുകളായും സ്പർശനങ്ങളായും ഹൃദയം കൊണ്ട് രൂപപ്പെടുത്തുമ്പോൾ, അത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും നമ്മുടെ തൊഴിലിടങ്ങളിൽ നിന്നും മറ്റ് എല്ലാ സൗഹൃദങ്ങളിലേക്കും എല്ലാം വഴിതിരിക്കുമ്പോൾ ഈ ഒരു സ്പർശനം ഹൃദയം കൊണ്ട് കൊടുക്കുന്നവരാകാം, ഹൃദയം കൊണ്ട് ക്രിസ്തുവിനെ കാണുന്നവരാകാം. അപ്പോൾ നാം കടന്നു ചെല്ലുന്ന വീഥികളെല്ലാം അനുഗ്രഹീതരാകും. നമ്മെ കേൾക്കുന്നവരും നമ്മെ കാണുന്നവരുമെല്ലാം അനുഗ്രഹത്തിൻ്റെ വ്യക്താക്കളായി മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു മനോഹരമായ ചിന്ത വിരലുകൾ എന്ന അധ്യായത്തിലൂടെ സെബാസ്റ്റ്യൻ തോബിയാസ് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഈ പുസ്തകത്തിൽ ഈശോയെക്കുറിച്ചുള്ളൊരു മനോഹരമായ ഒരു ചിന്തയുണ്ട്. ഒരുപക്ഷെ നമ്മളെല്ലാവരും പല ഇടങ്ങളിൽ കേട്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതുമൊക്കെയാണ്. പക്ഷേ എനിക്ക് വളരെ വ്യത്യസ്തമായി തോന്നിയ ഒരു ചിന്തയാണ്. അതിൻ്റെ സ്നാനഘട്ടം എന്നുള്ള അധ്യായത്തിലെയാണ്. ലൈഫ് ബിഗിൻസ് ഇൻ വാട്ടർ ആൻഡ് എൻഡ്സ് ഇൻ ലിവിങ് വാട്ടർ. സത്യമല്ലേ അത്? ലൈഫ് ബിഗിൻസ് ഇൻ വാട്ടർ. ക്രിസ്തു ജീവിതവും അവൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുമൊക്കെ തുടങ്ങുന്നത് അവൻ്റെ മാമോദിസായിലാണ്. പിന്നീട് അവൻ്റെ ജീവിതം അവസാനിക്കുന്നതും നിത്യജീവൻ്റെ ജലം അവൻ്റെ വിലാവിൽ നിന്ന് ഒഴുകുമ്പോഴാണ്. അങ്ങനെയൊരു മനോഹരമായ വരിയുണ്ട്. കാൽവരിയിലെ ക്രൂശിതിൻ്റെ വിലാവിലെ കിണറ്റിൽ നിന്നും ഇപ്പോഴും ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകുന്നു. ഈ കാഴ്ചയും കേൾവിയുമാണ് അനിവാര്യം ജീവജലത്തിൻ്റെ സമീപം എത്തിച്ചേരുവാൻ. ഇന്നും കാൽവരിയിലെ ആ കിണറ്റിൽ നിന്ന് ജീവജലം ഒഴുകുന്നുണ്ട്. എത്ര മനോഹരമായ ഒരു അലങ്കാരമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. കാൽവരിയിലെ ക്രൂശിതിൻ്റെ വിലാവിലെ കിണർ, ആ കിണറ്റിൽ നിന്നും ഇപ്പോഴും ജീവജലം ഒഴുകുകയാണ്. പക്ഷേ ഈ ജീവജലം കോരി കുടിക്കാൻ, ഈ ഉറവ ഇന്നും നഷ്ടപ്പെടാത്ത ഈ ജീവജലം കോരി കുടിക്കാൻ നമുക്ക് മാത്രം സാധിക്കുന്നില്ല. ഒരുപക്ഷെ സാധിക്കുന്നുണ്ടാവാം. പക്ഷേ ആ ഒരു ഈശോ കാണിച്ചു തന്ന ആ പാതയിലൂടെ, അവൻ്റെ ചര്യകളിലൂടെ നടന്നുകൊണ്ട് ഈ ജീവജലം കോരി കുടിക്കാൻ പലപ്പോഴും നമുക്ക് ആവുന്നില്ല. ഇത് ഒരു കാഴ്ചയായും കേൾവിയായും ഒക്കെ രൂപപ്പെടുക എന്നുള്ളതാണ് അനിവാര്യമെന്ന് സെബാസ്റ്റ്യൻ തോബിയാസ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ജീവജലത്തിൻ്റെ സമീപം എത്തിച്ചേരുവാനുള്ള തത്രപ്പാടിലാണല്ലോ
എല്ലാ വിശ്വാസികളും. പക്ഷേ ഈ ഒരു ചിന്ത മാത്രം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. കാൽവരിയിലെ വിലാവിലെ കിണറിൽ ഇന്നും ജീവജലമുണ്ട് എന്നുള്ളൊരു ചിന്ത. ഈ ശ്വാസം എന്ന പുസ്തകത്തിൽ ഒരു ക്രിസ്തു ദർശനത്തിൽ ഏറ്റവും മനോഹരമായി തോന്നിയൊരു ദർശനം എനിക്കിതാണ്. ഈ ഒരു കിണറിൽ നിന്ന് കോരിക്കുടിക്കുന്ന ജീവജലത്തിനു വേണ്ടി ഇന്നും ദാഹിക്കുന്ന മനുഷ്യർ ഈ ഭൂമിയിലുണ്ട് എന്നുള്ള ചിന്ത. ജീവനെക്കുറിച്ചുള്ള മറ്റൊരധ്യായമാണ് പ്രാണൻ. അതിമനോഹരമായ ചില ചിന്താശകലങ്ങൾ ഈ അധ്യായത്തിലുണ്ട്. ശ്വസിക്കുമ്പോൾ ഒരാൾ ജീവിക്കുന്നു, നിശ്വസിക്കുമ്പോൾ മരിക്കുകയും. ശ്വാസത്തിനും നിശ്വാസത്തിനുമിടയിലെ വിടവാണ് പ്രാണൻ. സ്നേഹത്തിൻ്റെ ഏറ്റവും വലുതും അഗാധവുമായ ആവിഷ്കാരമാണ് പ്രാണൻ. അതുകൊണ്ടാവാം പ്രാണൻ നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് ക്രിസ്തു ദർശിക്കുന്നത്. പ്രാണനിലാണ് സ്നേഹത്തിൻ്റെ അനുഭൂതിയും സാക്ഷാത്കാരവും. ക്രിസ്തു ഈ അനുഭൂതിയും സാക്ഷാത്കാരവും അനുഭവിച്ചത് കുരിശിൽ പ്രാണൻ നൽകിയപ്പോഴാണ്. സ്നേഹം പ്രാണനാക്കിയവർക്ക് കൊടുക്കുന്ന പേരാണ് മാതാപിതാക്കൾ. അതുകൊണ്ടാണ് അവർ കുഞ്ഞുങ്ങളുടെ ഭൂമിയിലെ ദൈവങ്ങളാകുന്നത്. സ്നേഹം പ്രാണനാക്കിയവർ, അവരുടെ പേരാണ് മാതാപിതാക്കൾ. നമുക്കറിയാം, നമ്മുടെ എല്ലാ മാതാപിതാക്കൾ ജീവിതം മുഴുവൻ നമുക്കായി വിളമ്പിത്തരികയാണ്, അല്ലെങ്കിൽ അവരുടെ പ്രാണൻ നമുക്കായി തുറന്നു തരികയാണ്. പക്ഷേ എനിക്കും നിനക്കും എന്നാണ് പ്രാണനാകാൻ പറ്റുന്നത്? കുരിശിലെ ഈശോ കാണിച്ച ആ സാക്ഷാത്കാരം, ആ ക്രിസ്തു ദർശനം, അപരനു വേണ്ടി പ്രാണൻ കൊടുക്കുന്ന ആ സ്നേഹം, അത് മാതാപിതാക്കൾ നമുക്കായി കാണിച്ചു തരികയാണ്. പക്ഷെ നാം കണ്ണു തുറന്ന് അത് കാണുന്നില്ല, ദർശിക്കുന്നില്ല എന്ന് മാത്രം. പക്ഷേ നമുക്കെന്നാണ് പ്രാണനാകാൻ പറ്റുന്നത്? മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങൾ, സഹായങ്ങൾ, പുണ്യങ്ങൾ നൽകാൻ പറ്റുന്നത് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഇപ്രകാരം പ്രാണനാണ് എല്ലാത്തരം അനുഭവങ്ങളുടെയും സ്ഥലം. പ്രാണൻ ഒരു പാലമാണ്. അത് നിങ്ങളെ ബന്ധത്തിലാക്കുന്നു എന്നാണ് ഇദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. സെബാസ്റ്റ്യൻ തോബിയാസ് പറയുന്നു, ഈ പ്രാണൻ എന്നുള്ളത് ഒരു പാലമാണ്. അത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് ഞാനൊരു പാലമിടുകയാണ്. അത് സ്നേഹത്തിൻ്റെയാകാം, വാത്സല്യത്തിൻ്റെയാകാം, സൗഹൃദത്തിൻ്റെയാകാം. ഈ പാലം നമ്മിൽ നിലനിൽക്കണമെങ്കിൽ, അവരുടെ ജീവിതത്തിലേക്ക് ഈ പാലമെന്നും ശക്തമായ അടിത്തറയോടെ പൊങ്ങി നിൽക്കണമെങ്കിൽ ഈ പ്രാണൻ കൊടുക്കലുകൾ ഉണ്ടാകണം. അല്ലെങ്കിൽ ജീവിതം പകുത്തു നൽകുന്ന, ജീവിതം കുരിശിലീശോ ഹോമബലിയായി അർപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ നമുക്ക് മുമ്പിൽ ഒരു മാതൃകയായി പ്രാണൻ കൊടുത്ത് നമ്മെ പഠിപ്പിച്ചതുപോലെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഈ ജീവിതം കൊടുക്കുക എന്നുള്ള ഒരു ചിന്ത, ആ ഒരു ബോധ്യം നമുക്ക് കൈവരുമ്പോൾ ഏറ്റവും വലിയ അനുഗ്രഹമായി, ഉദാഹരണമായി നമ്മുടെ ജീവിതം മാറുകയാണ്. ഇപ്രകാരം പുണ്യങ്ങളിലൂടെ, നല്ല അനുഭവങ്ങളിലൂടെ, സൗഹൃദങ്ങളിലൂടെ നമുക്ക് പാലം പണിയാം. അത് പ്രാണൻ്റെ പാലമായി മാറുകയാണ്. ലൈഫ് ഈസ് നത്തിങ് ബട്ട് എ പ്രിപ്പറേഷൻ. ജീവിതം ഒരു ഒരുക്കമാണ്. പലപ്പോഴും ഈ ഒരുക്കമില്ലാത്തത് കൊണ്ടാണ് വീഴ്ചകളും അപാകതകളും നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്നത്. കുരിശ് നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠവും അതുതന്നെയാണ്. അവൻ ഒരുങ്ങി. അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രകടമായി കാണാവുന്നത് ഈ ഒരുക്കമാണ്. ആ മണിക്കൂറിനു വേണ്ടിയാണ് താൻ ജീവിച്ചതെന്നും ഈ ഭൂവിലേക്ക് വന്നതെന്നും ക്രിസ്തു തന്നെ മൊഴിയുന്നുണ്ടല്ലോ. ക്രിസ്തു വളരെ സൂക്ഷ്മതയോടെ ഒരുങ്ങുകയാണ്. അവസാന ഒരുക്കവും പൂർത്തിയാക്കുന്ന യോദ്ധാവിൻ്റെ തയ്യാറെടുപ്പുകളാണ് അവനിൽ. ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും ഓരോ അണുവിലും ആ തയ്യാറെടുപ്പുകൾ വ്യക്തമാണ്. ഓട്ടം പൂർത്തിയാക്കാനുള്ള ഓട്ടക്കാരൻ്റെ കുതിപ്പുണ്ടായിരുന്നു അവനിൽ, അവൻ്റെ ശരീരത്തിന്. നേരിച്ച പാളിച്ചകൾക്ക് പോലും ഇടം കൊടുക്കുന്നില്ലവൻ. എല്ലാവരോടും ക്ഷമിച്ചുകൊണ്ട്, ദ്രോഹിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തൻ്റെ ഒരുക്കം പൂർത്തിയാക്കുകയാണ് ക്രിസ്തു. കുരിശ് നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ പാഠം അതുതന്നെയാണ്. ക്രിസ്തു ഒരുങ്ങി. അവൻ്റെ മരണത്തെക്കുറിച്ചും അവൻ്റെ പീഡകളെക്കുറിച്ചും മുറിവുകളെക്കുറിച്ചുമുള്ള ഒരുക്കം അവനുണ്ടായിരുന്നു. പ്രാർത്ഥനയിൽ ശക്തിപ്പെടാനും വിശ്വാസത്തിൽ അടിയുറയ്ക്കുവാനുമുള്ള നമ്മോടുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ അനുഭവം, അല്ലെങ്കിൽ ഈ ഒരുക്കം. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഈ ഒരുക്കം നമ്മുടെ ജീവിതത്തിലില്ല. ഈ പ്രിപ്പറേഷൻസ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. എന്താണ് ഈ ഒരുക്കം? അത് പ്രാർത്ഥനയും വിശ്വാസവുമാണ് എന്ന് ഈ ധ്യാനത്തിലൂടെ, അല്ലെങ്കിൽ ഈ ചിന്തയിലൂടെ നമുക്ക് അനുമാനിക്കാം. ഇപ്രകാരം പ്രാർത്ഥനയിലൂടെയും വിശ്വാസത്തിലൂടെയും ജീവിതത്തെ ഒന്ന് ഒരുങ്ങുമ്പോൾ, അല്ലെങ്കിൽ അടിത്തറ കെട്ടി നമുക്ക് ജീവിതത്തെ ഒന്ന് ഒരുക്കാൻ കഴിഞ്ഞാൽ, അതാണ് കുരിശിലേക്കുള്ള ഏറ്റവും വലിയ മാർഗം, അല്ലെങ്കിൽ ക്രിസ്തു പഠിപ്പിക്കുന്ന മാർഗത്തിലേക്ക് ഏറ്റവും മനോഹരമായി ചരിക്കാൻ പറ്റുന്നത് അപ്പോഴാണ്. ക്രിസ്തു തരുന്ന ആ വലിയ ദർശനം, അവൻ കുരിശിൽ പ്രാണൻ കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ജീവിതം മുഴുവൻ
മറ്റുള്ളവർക്കായി ഹോമിച്ചുകൊണ്ട് അവൻ നടത്തുന്ന ആ പാഠം, അത് ഒരുക്കത്തെക്കുറിച്ചുള്ള പാഠമാണ്. ഓരോ മനുഷ്യനും ഞാൻ എങ്ങനെ ഒരുങ്ങണമെന്നുള്ള പാഠമാണ്. ജീവിതം അഗാധമായ ഒരുക്കമല്ലാതെ മറ്റൊന്നുമല്ലെന്ന ദർശനം നൽകിക്കൊണ്ടാണ് അവൻ കടന്നു പോകുന്നത്. ജീവിതം ഒരു ഒരുക്കം തന്നെയാണ്. അവൻ്റെ അതിസൂക്ഷ്മമായ ഒരുക്കങ്ങൾ ഇപ്പോഴും നമ്മുടെ ഒരുക്കമില്ലായ്മയെ പരിഹസിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ഈ വെല്ലുവിളി? എന്താണ് ഈ പരിഹാസം? നമ്മുടെ ഒരുക്കമില്ലായ്മയാണ്. പ്രാർത്ഥനയിലൂടെയും വിശ്വാസവുമൊക്കെ അടിയുറച്ച് നമ്മുടെ ജീവിതത്തിൽ ശക്തിയായി ഉണ്ട് എന്നൊക്കെയുള്ള വളരെ നിസ്സാരമായ അല്ലെങ്കിൽ ഒട്ടും ശക്തിയില്ലാത്ത നിർവചനങ്ങൾ മാത്രമാണ്. പലപ്പോഴും അത് നമ്മുടെ ജീവിതത്തിൽ ശക്തിയായി ഒന്നും കൂടെ ഉണ്ടാവുന്നില്ല എന്നുള്ള പരിഹാസമാണിവിടെ, വെല്ലുവിളിയാണിവിടെ. ഇതിലൊക്കെ എന്തുമാത്രം ശക്തിപ്പെടണം, എന്തുമാത്രം നമ്മുടെ ജീവിതത്തിൽ അടിത്തറ കെട്ടണമെന്ന് ഈ ഓർമ്മ നമ്മെ ഒരുക്കുന്നുണ്ട്. ഈ ഒരുക്കം ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ പ്രിപ്പറേഷൻസ് ജീവിതത്തിൽ എപ്രകാരം സാധ്യമാക്കണമെന്ന് കുരിശൻ നമ്മെ പഠിപ്പിക്കുന്ന ഈ വലിയ പാഠത്തിലേക്ക് എന്നും നമുക്ക് നടക്കാനാകുന്നു, അന്നാണ് നമ്മുടെ ക്രിസ്തു ദർശനം നമ്മുടെ ജീവിതത്തിൽ തുടങ്ങുന്നത്. ഈശോ തുടക്കം മുതൽ അവസാനം വരെ അവൻ്റെ ജീവിതത്തിലുടനീളം സുവിശേഷത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് കാണാൻ സാധിച്ചു. അവൻ്റെ വചനങ്ങളിലും അവൻ്റെ പ്രവർത്തികളിലുമെല്ലാം ഈ ഒരുക്കമുണ്ടായിരുന്നു. അവൻ്റെ വചനങ്ങൾ പലപ്പോഴും ഈ ഒരുക്കത്തെ സൂചിപ്പിച്ചിരുന്നു. അവൻ കടന്നു വരാൻ പോകുന്ന പീഡാസഹനവും മരണവുമെല്ലാം ഈ ഒരുക്കത്തെ സൂചിപ്പിച്ചിരുന്നു. അതുതന്നെയാണ് ഈ അധ്യായത്തിലുടനീളം അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. പലപ്പോഴും ഈ ഒരുക്കമില്ലായ്മയെ പരിഹസിച്ചുകൊണ്ടുള്ള ദർശനങ്ങൾ. അങ്ങനെ ഒരുങ്ങിക്കഴിയുമ്പോഴാണ് വിളക്ക് തെളിയുന്നത് എന്നും കൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. ഈ വിളക്ക് നമ്മുടെ ജീവിതത്തിൽ തെളിയണമെങ്കിൽ, അകക്കണ്ണ് തുറക്കണമെങ്കിൽ ഈ ഒരുക്കം വേണം. അങ്ങനെയുള്ള ആ ഒരുക്കത്തിലേക്കുള്ള യാത്രയാണ് ഈ പുസ്തകത്തിൻ്റെ ദർശനങ്ങൾ. അടുത്തൊരു ദർശനം പ്രണയത്തെക്കുറിച്ചാണ്. ഈ അധ്യായത്തിൻ്റെ ശീർഷകത്തിൻ്റെ പേര് പ്രണയി എന്നാണ്. വളരെ വ്യത്യസ്തമായൊരു പേരാണ് പ്രണയി. ഈശ്വരനുമായി പ്രണയത്തിലായാൽ ഒരാൾക്കും പിന്നെ രക്ഷയില്ല. ദൈവത്തിൽ ചരടറ്റ പട്ടം പോലെ അവർ പാറി നടക്കും. പ്രണയത്തെക്കുറിച്ചുള്ള മനോഹരമായ ചിന്തകളാണ്. ഈ കാലഘട്ടത്തിൽ നാം നേരിടുന്ന മറ്റു പല വെല്ലുവിളികളെയും അല്ലെങ്കിൽ അപകടങ്ങളെയും കൂടി അദ്ദേഹം പരിഹസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ കാലം വ്യത്യസ്തമാണ്. പ്രണയമെന്ന് കേൾക്കുമ്പോൾ എല്ലാ മനസ്സുകളിലേക്കും ഓടി വരിക ടൈറ്റാനിക്കിൻ്റെ ഏറ്റവും ഉയർന്ന തട്ടിൽ നീല അലകളെയും നീലാകാശത്തെയും അഭിമുഖീകരിച്ച് നിൽക്കുന്ന നായകനെയും നായികയുമാണ്. പ്രണയത്തെ കുറിക്കുന്ന എക്കാലത്തെയുമുള്ള മനോഹരമായ ദൃശ്യമായി ഇത് മാറുന്നുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതങ്ങളൊന്നും ദൈവത്തോടും മനുഷ്യരോടുമുള്ള പ്രണയദൃശ്യമായി മാറുന്നില്ലല്ലോ. സത്യമല്ലേ അത്? ദൈവത്തോടും മനുഷ്യരോടുമുള്ള ദൃശ്യങ്ങളായി നമ്മുടെ ജീവിതം എന്നാണ് മാറുക. ഫ്രാൻസിസ് ദൈവത്തിൽ മുങ്ങിത്താഴാനാണ് അഭിലഷിച്ചത്. കൊച്ചു തെരേസ്യ ആ സ്നേഹത്തിൽ അലിഞ്ഞില്ലാതാവാൻ കൊതിച്ചു. ദൈവമേ, നിന്നിൽ അലിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ ആത്മം നിന്നിൽ അലിഞ്ഞില്ലാതാവാൻ. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് ദൈവവും മനുഷ്യനുമായി സമാഗമിക്കുന്ന, അവരിൽ സല്ലപിക്കുന്ന, പ്രണയിക്കുന്ന ആ ഒരു അനുഭവം എന്നാണ് നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കുന്നത്? ദൈവത്തെയും മനുഷ്യനെയും ഒരുപോലെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ ദൈവിക ദർശനങ്ങളോട് കൂട്ടുചേരുന്ന, പ്രണയിക്കുന്ന ഒരു വ്യക്തിയായി മാറാൻ എന്നാണ് നമുക്ക് പറ്റുന്നത്. പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട് ദൈവത്തിൻ്റെ പ്രണയത്തെക്കുറിച്ച്. ദൈവവും പ്രണയം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാവാം അവൾക്ക് വേണ്ടി കിണറ്റിൻ ചുവട്ടിൽ കാത്തിരുന്നത്. ദാഹിച്ച് ആ സ്ത്രീയുടെ വരവിനു വേണ്ടി അവൻ കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള ചില കാത്തിരിപ്പുകൾ, മറ്റുള്ളവരെ നേടിയെടുക്കുവാനും നമ്മുടെ ജീവിതത്തിൽ നിന്നും കൈവിട്ടുപോയ സുഹൃത്തുക്കളിലേക്കും ബന്ധങ്ങളിലേക്കുമുള്ള ചില പ്രണയങ്ങൾ, ആ ഒരു കാത്തിരിപ്പ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രണയത്തോട് നമ്മുടെ ജീവിതവും ചേരുകയാണ്. ഇപ്രകാരമുള്ള ഒരു പ്രണയം ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ച, സ്നേഹം ജീവിതത്തോട് ചേർത്തു വച്ച ഒരു മനുഷ്യനാണ് ദൈവം. എത്ര മനോഹരമായാണ് ഈ പ്രണയമെന്ന ആശയത്തെ സെബാസ്റ്റ്യൻ തോബിയാസ് പ്രണയി എന്ന ശീർഷകത്തിൽ കുറിച്ചിടുന്നത്. ശ്വാസത്തിൻ്റെ അവസാന ഭാഗത്ത് മുറിവിൻ്റെ അധ്യയനം എന്നുള്ള ഒരു അധ്യായമുണ്ട്. എവരി പെയിൻ ഈസ് എ മെസ്സേജ്, ഇറ്റ് ടീച്ചസ് സംതിങ്. എല്ലാ മുറിവുകളും നമ്മെ എന്തൊക്കെയോ പഠിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാ മുറിവുകൾക്കും എന്തെങ്കിലുമൊക്കെ കഥകൾ പറയാനുണ്ട്. എല്ലാ മുറിവുകളും ജീവിതത്തോട് എന്തൊക്കെയോ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഉത്തിതനെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്.
ഉത്തിതനായ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഒരു വേറിട്ട ചിന്ത എന്നെ വളരെ വിസ്മയിപ്പിച്ചു. 3 അധ്യയനമാണ് ഉദ്ധിതനായവൻ നമുക്ക് നൽകുന്നത് എന്ന് സെബാസ്റ്റ്യൻ തോബിയാസ് പറഞ്ഞു വയ്ക്കുന്നു. ഒന്നാമതായി, ഇന്നലകളുടെ ദുഃഖങ്ങളെ നാളകളിലേക്ക് സംവഹിക്കാതിരിക്കുക. ഇന്നലകളുടെ ദുഃഖങ്ങളെ നാളത്തേക്ക് വേണ്ട. ക്ഷതങ്ങളുടെ മേൽ പുഞ്ചിരിക്കാനാവണം. എങ്ങനെയാണ് മുറിവുകളെ നോക്കി നമുക്ക് പുഞ്ചിരിക്കാൻ പറ്റുന്നത്? ക്രിസ്തു പഠിപ്പിച്ച മാർഗവും അതുതന്നെയാണ്. ദുഃഖവെള്ളിയിൽ നിന്ന് ഈസ്റ്ററിലേക്കുള്ള ദൂരം. മൂന്നാമതായി, നിശബ്ദതയാണ് ഏറ്റവും നല്ല ലേപനമെന്ന് കരുതുക. ചിലയിടങ്ങളിൽ ഈ മൗനം നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിന്നാൽ, ഈ നിശബ്ദത നമ്മുടെ കൂട്ടായി നിന്നാൽ എപ്രകാരം ഉത്ഥാനത്തിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കും. അതാണ് ഏറ്റവും വലിയ ഉത്ഥാനം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഒരു അനുഭവം, ഈ ഒരു ഈസ്റ്റർ അനുഭവം ജീവിതത്തിൽ എപ്പോഴും സംഭവിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മുറിവുകളെ ഒരു കഥയായി, അനുഭവമായി തന്നെ എടുക്കുക. അങ്ങനെ പറയുമ്പോൾ എവരി പെയിൻ ഈസ് എ മെസ്സേജ്, ഇറ്റ് ടീച്ചസ് സംതിങ്. പുസ്തകത്തിൻ്റെ അവസാനം ഇപ്രകാരമാണ്: ശ്വാസം ശ്വാസത്തെ തിരിച്ചറിയുക തന്നെ ചെയ്യും, നിശ്വാസം നിശ്വാസത്തെയും. നിശ്വസിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. പുതിയ ലക്ഷ്യത്തിലേക്കുള്ള പുതിയ പാതയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. കൂടെ നടക്കാനും പ്രചോദിപ്പിക്കാനും നിർണായക ഘട്ടത്തിൽ സഹായിക്കാനും ഒരാൾ കൂടെയുണ്ടാകും. അയാളാണ് സഹായകൻ. ഇതെല്ലാമാണ് ഒരു നിശ്വാസത്തിലൂടെ ക്രിസ്തു നൽകുന്നത്. ക്രിസ്തു നൽകുന്ന പാഠം അതാണ്. സഹായകനായവൻ കൂടെയുണ്ട് എന്നുള്ള ഏറ്റവും വലിയ ഒരു ബോധ്യം. അത് ജീവിതത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നിത്യത എന്ന ആ വലിയ സാധ്യത, അങ്ങനെ തന്നെയാണ് ഈ പുസ്തകം അവസാനിക്കുന്നത്, നിത്യത എന്ന ശീർഷകത്തിൽ. ആ സാധ്യത ജീവിതത്തിൽ രൂപപ്പെടുന്നത് അപ്പോൾ മാത്രമാണ്. അപ്പോഴാണ് ശ്വാസം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നത്, അല്ലെങ്കിൽ ദൈവിക ശ്വാസം ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നത്. ശ്വാസം എന്ന കവിത അവസാനിക്കുന്നത് ഇങ്ങനെ തന്നെ: അവൻ പിറന്നു, ആദ്യ ശ്വാസം ശ്വസിച്ചു, അപ്പം കണ്ടെത്തുവാൻ ക്ലേശിച്ചു, ചുടുശ്വാസത്തോടെ ജീവിച്ചു, കുരിശിൽ ക്ലേശിച്ച് ശ്വസിച്ച് നിശ്വസിക്കുവാൻ വേണ്ടി മാത്രം. നമുക്ക് പിഞ്ചെല്ലാം അവൻ്റെ ശരീരത്തെയും സാദൃശ്യത്തെയും, നമുക്ക് പിഞ്ചെല്ലാം അവൻ്റെ സ്നേഹത്തെയും പ്രകാശത്തെയും, നമുക്ക് പിഞ്ചെല്ലാം അവൻ്റെ ശ്വാസത്തെ, അവൻ്റെ പ്രാണനെ, അവൻ്റെ നിശ്വാസത്തെ. ക്രിസ്തുവിനെ ശ്വസിച്ചുകൊണ്ട് സ്നേഹത്തിലൂടെയും പ്രകാശത്തിലൂടെയും അവനെ പിഞ്ചൊന്ന് ജീവിതത്തിൽ വെളിച്ചത്തിൻ്റെ പാതയിലേക്ക് നയിക്കുവാൻ, വെളിച്ചത്തിൻ്റെ പാതയിലേക്ക് വഴി നടക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന ഓർമ്മപ്പെടുത്തലാണ് ശ്വാസം എന്ന ഈ പുസ്തകം നമുക്ക് മുമ്പിൽ വെച്ച് നീട്ടുന്നത്. ഇതിലെ അക്ഷരങ്ങളും ഓരോ ആശയങ്ങളും അടുത്തന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിനെ ശ്വസിക്കുന്നവരാകാം, അവൻ്റെ ശ്വാസത്തെ ഈ ജീവിതത്തിലൂടെ അവരിലേക്ക് എത്തിക്കുന്നവരാകാം.